ഇന്ന് സൺഡേ. അപ്പോൾ ഇന്ന് എൻ്റെ കസിൻ്റെ മാരേജാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ്. സോ വെൽക്കം ടു മൈ കുട്ടി വ്ലോഗ്. ഇന്ന് ഞാൻ കുറച്ച് ലെങ്തി വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കല്യാണം വരുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ വെച്ചാണ്. ആ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഹാളിൽ തന്നെയാണ് സദ്യ പരിപാടികളെല്ലാം. അപ്പോൾ ഞങ്ങളൊരു 9:30 ഒക്കെ ആയപ്പോൾ നമ്മൾ ഹാളിലെത്തി. നല്ല ചൂടെന്ന് വെച്ചാൽ നല്ല ചുട്ട് പൊള്ളുന്ന ചൂടാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ ജ്യൂസിൻ്റെ കൗണ്ടറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുടിച്ചൊന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് ചെറുക്കനെത്തി. ചെറുക്കനെ എല്ലാവരും സ്വീകരിക്കണേ. അപ്പോഴാണ് പെണ്ണ് ഓർത്തത്, അയ്യോ ഞാനിങ്ങനെ മുമ്പിൽ നിൽക്കാൻ പാടില്ലല്ലോ എന്നുള്ള രീതി പെണ്ണ് ഓടി പുറകെ പോയി നിൽക്കുവാണ്. അതാണ് പെണ്ണ്. നല്ല ബ്യൂട്ടിഫുൾ ബ്രൈഡാണ് ഞങ്ങളുടെ. അപ്പോൾ ഇതാണ് ചെറുക്കൻ. അപ്പോൾ നമ്മൾ ചെറുക്കനും ചെറുക്കൻ്റെ പെണ്ണിൻ്റെ കസിനും ബ്രദറും എല്ലാവരും കൂടി നിന്നിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഈ കാണിക്കുന്ന ഈ അറേഞ്ച്മെൻറ്റ്സും ഡെക്കറേഷൻ ഒക്കെ ചെയ്തേക്കുന്നത് എൻ്റെ ബ്രദറാണ്. പുള്ളി ഇങ്ങനെ സൈഡായിട്ട് ഇങ്ങനെ ഇവൻറ്റ് പരിപാടികളൊക്കെ ചെയ്യാറുണ്ട്. ചെറിയ ഇവൻ്റൊന്നും അല്ല കേട്ടോ, വലിയ വലിയ ഇവൻറ്റ്സൊക്കെ എടുക്കാറുണ്ട്. മാരേജിൻ്റെ ഇവൻ്റൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇവൻ തന്നെ അനീത്തിയുടെ, അതായത് കസിൻ സിസ്റ്ററിൻ്റെ ഇവൻ തന്നെയാണ് ഏറ്റെടുത്ത് ചെയ്തത്. അപ്പോൾ അതേ കല്യാണത്തിന് പോകുമ്പോൾ അമ്മായി താലം കൊടുത്തിട്ട് കെട്ടൊക്കെ കഴിഞ്ഞു. കെട്ടിൻ്റെ സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു. എനിക്ക് ഒട്ടും വീഡിയോ എടുക്കാനുള്ളൊരു ഗ്യാപ്പും പോലും കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് കെട്ടിൻ്റെ ഇതിൽ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഈ വലം വെക്കുന്നത് എനിക്ക് കറക്റ്റായിട്ട് കിട്ടി. അപ്പോൾ ആ ഒരു വീഡിയോ എനിക്കിതിൽ കാണിക്കാൻ പറ്റിയുള്ളൂ. അപ്പോൾ ഭയങ്കര വെയിലായിരുന്നു, ഭയങ്കര ചൂടായിരുന്നു. അതിൻ്റെ മേൽ കൂടി ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വീഡിയോ മാത്രം എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ആഫ്റ്റർ 10 years ലോങ് ഗ്യാപ്പ് എന്ന് പറയാൻ പറ്റും. 10 years ലവ് റിലേഷൻ കഴിഞ്ഞ് ഒരു മാരേജ് എന്നുള്ള രീതിയിലെത്തി. അങ്ങനെ എല്ലാം നല്ല ശുഭമായിട്ട് നടന്നു. അപ്പോൾ പെണ്ണ് സമയത്ത് ഞങ്ങളെല്ലാവരും ഭയങ്കര ബോറടിക്കുമ്പോൾ ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് പെണ്ണപ്പത്തേക്കും ഡ്രസ്സൊക്കെ ചെയ്ത് ഒരുങ്ങിയൊക്കെ വന്നു. ആസ് യൂഷ്വൽ അവരെ വെൽക്കം ചെയ്യാൻ വേണ്ടി കസിൻ സിസ്റ്റേഴ്സ് എല്ലാവരും കൂടി ഡാൻസൊക്കെ കളിച്ച് അടിപൊളി. വളരെ കുറച്ച് സമയം കൊണ്ട് പിള്ളേർ പഠിച്ചെടുത്ത ഡാൻസായിരുന്നു. കസിൻ സിസ്റ്റേഴ്സും പിന്നെ അവളുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇരുന്ന് ഒക്കെ ഡാൻസൊക്കെ ചെയ്ത് അവരെ വെൽക്കം ചെയ്തു. പെണ്ണിനാണെങ്കിൽ ഡാൻസ് കളിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ചെറുക്കൻ കുറച്ച് ഷൈ ടൈപ്പ് ആയതുകൊണ്ട് അവന് തുടക്കം ഒന്ന് കളിക്കാനൊന്നും ഒരു താല്പര്യം കാണിച്ചില്ല. അപ്പോൾ അങ്ങനെ എല്ലാവരെയും വെൽക്കം ചെയ്ത് നമ്മൾ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സ്റ്റേജ് എൻട്രി. കണ്ട പെണ്ണ് ഡാൻസ് കളിക്കാൻ ഇങ്ങനെ ഇരിക്കുക. പക്ഷെ ചെക്കൻ സമ്മതിക്കണ്ട, ചെക്കന് ഭയങ്കര ചമ്മലായിരുന്നേ. ഫൈനലി അവരെ സ്റ്റേജിലേക്ക് ഞങ്ങൾ നിർത്തി. ഈ കാണുന്നതാണ് ചെറുക്കൻ്റെ ഫാമിലി പ്ലസ് പെണ്ണിൻ്റെ അമ്മയും ബ്രദറും ഉണ്ട് കേട്ടോ കൂടെ. അപ്പോൾ അവരൊക്കെ എല്ലാവരും കൂടി നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോ എടുത്ത് അങ്ങനെ മാലയൊക്കെ എക്സ്ചേഞ്ച് ചെയ്ത് അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ അങ്ങ് ഗംഭീരമായിട്ട് അവിടെ നടക്കുന്നു. ഞങ്ങൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റാഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങി കുറച്ച് തണലത്തേക്കൊക്കെ മാറി നിൽക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കാം. അപ്പോൾ അവിടെ അടുത്ത് തന്നെ പുളിമരമൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും അവിടെ നിന്ന് പുളിയൊക്കെ എടുത്ത് കഴിക്കുകയാണ്. ഇതുകൊണ്ട് എൻ്റെ കുറുമ്പി പുളിയൊക്കെ പിടിച്ചിരിക്കുക. ലാസ്റ്റ് അവൾക്ക് ചൂട് സഹിക്കാൻ പറ്റാണ്ട് അവൾക്ക് ചോറ് കൊടുത്തു. ലാസ്റ്റ് അവൾ ഉറങ്ങിപ്പോയി. പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ ലാസ്റ്റ് പന്തിയിലായിരുന്നപ്പോൾ ഞങ്ങൾ വിശന്ന് വലഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും സദ്യ കഴിക്കാൻ അങ്ങനെ എല്ലാവരും ഫാമിലി ആയിട്ട് ഇരുന്നു. ഈ സദ്യ കൊടുക്കുന്നത് എൻ്റെ അച്ഛൻ്റെ കാറ്ററിംഗ് ആണ്. അപ്പോൾ ഞങ്ങൾക്ക് ചെറുതായിട്ടൊരു കാറ്ററിംഗ് കൂടിയുണ്ട്. അപ്പോൾ കാറ്ററിങ്ങിലുള്ള ചേച്ചിമാരാണ്. അടിപൊളിയെന്ന് വെച്ചാൽ ഞങ്ങൾ സ്വന്തം കാറ്ററിംഗ് ആയതുകൊണ്ടല്ല പറയുന്നത്, കിടിലൻ സദ്യയായിരുന്നു. ഓരോ കറിയും ഓരോരോ ടേസ്റ്റ് എന്ന് വെച്ചാൽ എല്ലാം അടിപൊളിയായിരുന്നു. സാമ്പാറും അവിയലും തോരനും പരിപ്പും എല്ലാം ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. കഴിക്കുന്ന സമയത്ത് ഹസ്ബൻഡാണെങ്കിൽ ഇത് തിന്നോക്ക് അത് തിന്നോക്കെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബഹളി കാണിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ ഓരോ സാധനങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ട് ഓരോരോ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അടിപൊളി ടേസ്റ്റായിരുന്നു. സാമ്പാറൊക്കെ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു. അതിൻ്റെ പക്ഷേ ചൂടാണ് സഹിക്കാൻ പറ്റാത്തത്. പിന്നെ 2 തരം പായസം ഉണ്ടായിരുന്നു. പരിപ്പുണ്ടായിരുന്നു, പാലട ഉണ്ടായിരുന്നു. അപ്പോൾ പരിപ്പ് എനിക്ക് ഇങ്ങനെ പപ്പടവും പഴവും കൂട്ടി കഴിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. അടിപൊളി. ഞാൻ എല്ലാം പായസവും കാര്യങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. അടിപൊളിയാണ്. പക്ഷെ വയറ് നിറഞ്ഞിട്ടേ കഴിക്കാൻ പറ്റായിരുന്നു. ലാസ്റ്റ് ഒരു ഗ്ലാസ് സംഭാരം കുടിച്ചപ്പോൾ സംഭവം അടിപൊളിയായി. എന്നെ കാണുമ്പോൾ തന്നെ അറിയാം എന്തോരം ചൂടായിരുന്നു. ഞങ്ങളൊക്കെ കഴിച്ച് എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് പെണ്ണിനെയും ചെക്കനെയും ഞങ്ങളങ്ങ് പറഞ്ഞു വിട്ടു. അവരവരുടെ പുതിയൊരു ജീവിതത്തിലേക്ക് ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങ് പറഞ്ഞു വിട്ടു.
അപ്പോൾ വൈകിട്ടായപ്പോഴത്തേക്കും ആസ് ചെക്കൻ്റെ വീട്ടിലെ റിസപ്ഷനായിരുന്നു. ഞങ്ങളവിടെ എത്തിയപ്പോൾ ഒരുപാട് ലേറ്റായിപ്പോയി. കാരണം ഞങ്ങളെല്ലാവരും അത്ര ടയേർഡായിരുന്നു. അപ്പോൾ വീട്ടിലെത്തി അങ്ങ് ഉറങ്ങിപ്പോയി. സത്യം പറഞ്ഞാൽ ടയേർഡായി. അവിടെ ഒന്ന് ഫ്രഷൊക്കെ ആയിട്ടാണ് ഞങ്ങൾ റിസപ്ഷന് വന്നത്. റിസപ്ഷനെ എത്തി വെൽക്കം ഡ്രിങ്കൊക്കെ കുടിച്ച് ലാസ്റ്റ് ഭക്ഷണം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, അത്രയും തിരക്കായിരുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.